പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷയിൽ 27-ന് വിധി പറയും. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ചെന്താമരയുടെ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം കഴിഞ്ഞിട്ടുണ്ട്. ചെന്താമരയുടെ റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്തു. ഇക്ബാൽ അറക്കൽ ചേരുന്ന വിശദാംശങ്ങളുമായി. ഇക്ബാൽ, കോടതിയിൽ നിന്ന് എന്തൊക്കെ വാദങ്ങളാണ് നടന്നത്? അതായത് കഴിഞ്ഞ ദിവസമാണ് ചെന്താമര അഭിഭാഷകനായ ജേക്കബ് മാത്യു മുഖേന ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സംശയത്തിന്റെ പുറത്താണ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നാണ് ചെന്താമര കോടതി അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ജാമ്യം ലഭിച്ചാൽ മറ്റു കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെടില്ല എന്നും ചെന്താമര ഈ ജാമ്യാപേക്ഷയിലൂടെ കോടതി അറിയിച്ചിരുന്നു. ഏതായാലും ഇതിനു മേലുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഇന്ന് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് നടന്നത്. ഇതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിധി ഈ മാസം 27-ന് പറയാൻ വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു കോടതി. ഏതായാലും 27-ന് ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിധി കോടതി പറയും. അതിനിടയിലാണ് ഇപ്പോൾ ചെന്താമരയുടെ റിമാൻഡ് കാലാവധി നീട്ടി എന്നുള്ള വിവരങ്ങളും കൂടി പുറത്തു വരുന്നത്. 14 ദിവസത്തേക്ക് കൂടി ഈ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ചെന്താമരയുടെ റിമാൻഡ് കാലാവധി കോടതി നീട്ടിയിരിക്കുകയാണ്. നിലവിൽ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലാണ് ചെന്താമരയുള്ളത്. ആ ജയിലിൽ തന്നെ ചെന്താമര 14 ദിവസം കൂടി തുടരും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരം. വിനീത.